സ്വാഗതം. നമ്മൾ ഇന്ന് ഗൗട്ട് എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായും. അപ്പോൾ എന്താണ് ഈ ഗൗട്ട്? സന്ധികളിൽ വേദന, നീർക്കെട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒന്ന്. അതെ, അതായത് ശരീരത്തില് യൂറിക് ആസിഡ് എന്ന് പറയുന്നൊരു രാസവസ്തു അത് കൂടുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്. ശരി, അത് കൂടിയിട്ട് ക്രിസ്റ്റലുകളായിട്ട് സന്ധികളിൽ അടിയുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം. അതെ അതെ. ഇതിലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗൗട്ടിന്റെ വേദന വരുന്നത് പലപ്പോഴും പെട്ടെന്നായിരിക്കും, ഒരു മുന്നറിയിപ്പുമില്ലാതെ. ശരിയാണ്. ചിലപ്പോ രാത്രിയിലൊക്കെ ആവും തുടങ്ങുന്നത്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന അത്രയും തീവ്രമായ വേദന വരാം. ഓക്കേ, അപ്പോൾ നമുക്ക് ആ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? തുടങ്ങാം. ഏറ്റവും പ്രധാനം സന്ധിയിലെ കഠിനമായ വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദന. അതെ, അസഹനീയമായ വേദന സാധാരണ ഒരു സന്ധിയിലായിരിക്കും തുടങ്ങുന്നത്. കൂടുതലും കാണുന്നത് കാലിന്റെ പെരുവിരലിലാണ്. പെരുവിരലിൽ വേദന മാത്രമല്ല, ആ ഭാഗത്ത് തൊട്ടാൽ പോലും, ഒരു പുതപ്പ് തട്ടിയാൽ പോലും ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്, അത്രയും സെൻസിറ്റീവ് ആയിരിക്കും ആ ഭാഗം. അതോടൊപ്പം നല്ല നീർവീക്കമുണ്ടാകും, ചുവന്ന നിറം വരാം. പിന്നെ സന്ധി അനക്കാനൊരു ബുദ്ധിമുട്ട്, ഒരു മുറുക്കം പോലെ. അതെ, സ്റ്റിഫ്നെസ് എന്ന് പറയും. പിന്നെ ആ ഭാഗത്ത് തൊട്ടാൽ ഒരു ചൂട് അനുഭവപ്പെടും. പെരുവിരൽ കൂടാതെ വേറെ എവിടെയൊക്കെയാണിത് സാധാരണ വരാറ്? പെരുവിരലാണ് ഏറ്റവും കോമൺ. പക്ഷേ കാൽമുട്ടുകൾ, കണങ്കാൽ, പാദത്തിലെ മറ്റെല്ലുകൾ, കൈവിരലുകൾ, കൈത്തണ്ട്, കൈമുട്ട്, ഇവിടെയെല്ലാം വരാം. ശരി ശരി. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് എപ്പോഴും ഇങ്ങനെ വേദനയായിട്ട് നിൽക്കില്ല. ഇത് വന്നും പോയുമിരിക്കും. അതിനെ നമ്മൾ അറ്റാക്ക് അല്ലെങ്കിൽ ഫ്ലെയർ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു അറ്റാക്ക് വന്നാൽ സാധാരണ ഒരാഴ്ചയോ ചിലപ്പോൾ 2 ആഴ്ചയോ ഒക്കെ നീണ്ടു നിൽക്കാം. പക്ഷെ എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർക്ക് കുറച്ചു ദിവസമേ കാണൂ, ചിലർക്ക് കൂടുതൽ നീണ്ടു നിൽക്കും. വേദനയുടെ തീവ്രതയും വ്യത്യാസപ്പെടാം. അപ്പൊ ഈ അറ്റാക്കുകൾക്കിടയിൽ ചിലപ്പോൾ ഒരു ലക്ഷണവും കാണില്ല. അതാണ് അതിന്റെ ഒരു കാര്യം. ആ ഇടവേളകളിൽ ചിലപ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ ലക്ഷണമില്ലാതെ പോകാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഗൗട്ടാണെന്ന് തിരിച്ചറിയാൻ വൈകും. ശരി, അപ്പോ എന്താണ് ഈ അറ്റാക്കുകൾക്ക് പിന്നിലെ ആ അടിസ്ഥാന കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞ യൂറിക് ആസിഡ് അല്ലെ, ഹൈപ്പർ യൂറിസീമിയ. അതെ, ഹൈപ്പർ യൂറിസീമിയ, അതായത് രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്ന അവസ്ഥ. ഈ യൂറിക് ആസിഡ് എങ്ങനെയാ ശരീരത്തിൽ ഉണ്ടാകുന്നത്? അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണോ? അതെ, അത് സാധാരണ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ പ്യൂരിനുകൾ എന്ന് പറയുന്ന ചില സംയുക്തങ്ങളുണ്ട്. പ്യൂരിനുകൾ? ഈ പ്യൂരിനുകളെ ശരീരം വിഘടിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു അവസാന ഉൽപ്പന്നമാണ് യൂറിക് ആസിഡ്. ഇത് നോർമലാണ്. ശരി, അപ്പൊ ഈ ഉണ്ടാവുന്ന യൂറിക് ആസിഡ് സാധാരണഗതിയിൽ എന്ത് സംഭവിക്കും? സാധാരണ നമ്മുടെ വൃക്കകള്, കിഡ്നി രക്തത്തിൽ നിന്ന് ഇതിനെ അരിച്ചെടുത്ത് മൂത്രത്തിലൂടെ പുറന്തള്ളും. അങ്ങനെ ഒരു ബാലൻസ് ശരീരം നിലനിർത്തും. ആ ബാലൻസിലാണ് പ്രശ്നം വരുന്നത്. അതെ, അവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് യൂറിക് ആസിഡ് കൂടുന്നത്? ഒന്ന്, ശരീരം ആവശ്യത്തിൽ കൂടുതൽ യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നു. ചിലപ്പോ ജനിതക കാരണങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ കൊണ്ടാവാം. രണ്ടാമത്തെ കാരണം, വൃക്കകൾക്ക് ഇതിനെ ശരിയായി പുറന്തള്ളാൻ കഴിയാതെ വരുന്നു. കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോൾ യൂറിക് ആസിഡ് രക്തത്തിലിങ്ങനെ അടിഞ്ഞുകൂടും. ശരി, അപ്പോ രക്തത്തിൽ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നു, അതായത് ഹൈപ്പർ യൂറിസമിയ. അതെ, അങ്ങനെ കൂടുമ്പോ ഒരു പരിധി കഴിയുമ്പോൾ ഈ യൂറിക് ആസിഡ് ചെറിയ ക്രിസ്റ്റലുകളായി മാറും. സൂചി പോലെയായിരിക്കും അതിന്റെ രൂപം. മോണോസോഡിയം യൂറേറ്റ് ക്രിസ്റ്റലുകൾ എന്നാണ് പറയുക. ഈ ക്രിസ്റ്റലുകൾക്ക് സന്ധികളിൽ പോയി അടിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, കാലിന്റെ പെരുവിരലൊക്കെ പോലെ. അങ്ങനെ ഈ ക്രിസ്റ്റലുകൾ അവിടെ അടിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം, ഇമ്മ്യൂൺ സിസ്റ്റം, അതിനെ ഒരു ശത്രുവായിട്ട് കാണും. അപ്പോ അതിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും. ആ ഒരു പ്രതിരോധ പ്രവർത്തനമാണ് പെട്ടെന്നുള്ള ആ കടുത്ത വേദന, നീർക്കെട്ട്, ചുവപ്പ്, ചൂട്, ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മനസ്സിലായി. അപ്പോ യൂറിക് ആസിഡ് കൂടണം, അത് ക്രിസ്റ്റലായി മാറണം, അതിനോട് ശരീരം പ്രതികരിക്കണം. ഇതെല്ലാം ചേരുമ്പോഴാണ് ഗൗട്ടാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ അതെ. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലുള്ള എല്ലാവർക്കും ഗൗട്ട് വരണമെന്നില്ല. അങ്ങനെയുണ്ടോ? ഉണ്ട്. ഹൈപ്പർ യൂറിസീമിയുള്ള ഒരുപാട് പേർക്ക് ഗൗട്ട് അറ്റാക്കുകൾ ഒരിക്കലും വരാറില്ല. അപ്പോ യൂറിക് ആസിഡ് കൂടുന്നത് ഒരു ആവശ്യ ഘടകമാണെങ്കിലും അത് മാത്രം പോരാ ഗൗട്ട് വരാൻ. അതൊരു പ്രധാന പോയിന്റാണ്. യൂറിക് ആസിഡ് കൂടുതൽ എന്നത് ഒരു റിസ്ക് ഫാക്ടറാണ്, അല്ലാതെ രോഗം തന്നെയല്ല. അതെ അതെ.
അപ്പോ ആർക്കാണ് ഈ ഗൗട്ട് വരാൻ സാധ്യത കൂടുതൽ? റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പുരുഷന്മാർക്കാണ് സാധ്യത കൂടുതൽ. ഓക്കെ, ഏകദേശം എത്രത്തോളം? സ്ത്രീകളെ അപേക്ഷിച്ച് ഏകദേശം 3 ഇരട്ടിയോളം സാധ്യത പുരുഷന്മാർക്ക് കൂടുതലാണ്. ഓഹോ. സ്ത്രീകൾക്ക് സാധാരണയായി ആർത്തവ വിരാമം മെനോപോസ് കഴിഞ്ഞതിനു ശേഷമാണ് ഗൗട്ട് വരാനുള്ള സാധ്യത കൂടുന്നത്. ഒരുപക്ഷെ ഹോർമോണുകൾക്കൊക്കെ അതിൽ പങ്കുണ്ട്. ശരി. പിന്നെ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ? അതെ, ചില അസുഖങ്ങളുള്ളവർക്ക് ഗൗട്ട് സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന് അമിതവണ്ണം അഥവാ പൊണ്ണത്തടി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓക്കെ, ഒബീസിറ്റി. പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, പ്രമേഹം, ഡയബറ്റീസ്, ഹൃദയത്തിന്റെ പ്രവർത്തനം കുറയുന്ന കഞ്ചസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, പിന്നെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, ക്രോണിക് കിഡ്നി ഡിസീസ്. ഇതൊക്കെ ഉള്ളവർക്ക് സാധ്യത കൂടുതലാണ്. ചിലതരം ക്യാൻസറുകൾ, ലുക്കീമിയ പോലുള്ളവയും ഇതിൽ പങ്കുവഹിക്കുന്നുണ്ടോ? ഉണ്ട്. ചില രക്താർബുദങ്ങളിലും ഗൗട്ട് സാധ്യത കൂടുതലായി കാണാറുണ്ട്. ശരി. ഇതൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും ഘടകങ്ങൾ, പാരമ്പര്യം പോലെ? തീർച്ചയായും പാരമ്പര്യം ഒരു ഘടകമാണ്. അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കോ ഗൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ ജീവിതശൈലി. അതിൽ പ്രധാനം ഭക്ഷണക്രമമാണ്. ചില ഭക്ഷണങ്ങൾ യൂറിക് ആസിഡ് കൂട്ടും. അതിനെക്കുറിച്ച് നമുക്ക് വഴിയേ സംസാരിക്കാം. അത് പ്രധാനമാണ്. അതുപോലെ സ്ഥിരമായി മദ്യപിക്കുന്നത്, പ്രത്യേകിച്ച് ബിയർ, അതും സാധ്യത കൂട്ടും. മരുന്നുകൾ? ചില മരുന്നുകൾ കാരണമാവാം. ഉദാഹരണത്തിന് ഡയൂററ്റിക്സ്, മൂത്രം പോകാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകൾ. അതിൽ തന്നെ തയാസൈഡ് ഡയൂററ്റിക്സ്. വാട്ടർ പിൽസിന് പറയില്ലേ? അതെ, വാട്ടർ പിൽസ്. പിന്നെ അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവരൊക്കെ ഉപയോഗിക്കുന്ന ചില ഇമ്മ്യൂണോസപ്രസൻ മരുന്നുകളും ഗൗട്ടിന് കാരണമാകാം. അപ്പോ ജനിതക സാധ്യത, മറ്റസുഖങ്ങൾ, ജീവിതശൈലി, മരുന്നുകൾ, ഇതെല്ലാം ചേർന്നാണ് ഒരാൾക്ക് ഗൗട്ട് വരാനുള്ള സാധ്യത തീരുമാനിക്കുന്നത്. അതെ. പക്ഷെ എന്തുകൊണ്ട് ചിലരിൽ മാത്രം ക്രിസ്റ്റൽ ഉണ്ടാകുന്നു, ശരീരം പ്രതികരിക്കുന്നു എന്നതിലൊക്കെ ഇനിയും വ്യക്തത വരാനുണ്ട്. ശരിയാണ്. അപ്പോ ആ ഭക്ഷണത്തിന്റെ കാര്യം ഒന്നുകൂടി വിശദമാക്കാമോ? ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഈ യൂറിക് ആസിഡ് കൂട്ടുന്നത് അല്ലെങ്കിൽ ഗൗട്ട് അറ്റാക്കിന് കാരണമാവുന്നത്? അത് പ്രധാനമാണ്. പല ഭക്ഷണങ്ങളും പാനീയങ്ങളും ഇതിന് കാരണമാവാം. പ്രധാനമായും 3 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ഓക്കെ, എന്തൊക്കെയാണവ? ഒന്നാമത്തേത് ഉയർന്ന അളവിൽ ഫ്രക്ടോസ് അടങ്ങിയവ. ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഷുഗറാണ്, ഫ്രൂട്ട് ഷുഗർ. പഴങ്ങളിലുള്ള പഞ്ചസാര? അതെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാരയിലും സൂക്രോസ് പകുതി ഫ്രക്ടോസ് ആണ്. പക്ഷേ അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്, HFCS. അത് പല പാക്ഡ് ഫുഡ്സിലും കാണുമല്ലോ. അതെ, ബേക്കറി സാധനങ്ങൾ, ശീതളപാനീയങ്ങൾ, ജ്യൂസുകൾ, സോസുകൾ, ഇതിലൊക്കെ ധാരാളമായി ചേർക്കുന്നുണ്ട്. ഈ ഫ്രക്ടോസിനെ ശരീരം വിഘടിപ്പിക്കുമ്പോൾ അത് യൂറിക് ആസിഡായി മാറുന്നുണ്ട്. അപ്പോ മധുരം കൂടിയ പാനീയങ്ങളും ഭക്ഷണങ്ങളും ഗൗട്ടിന് പ്രശ്നമാവാം. തീർച്ചയായും. പലരും മാംസാഹാരത്തെക്കുറിച്ച് ഭയങ്കര ബോധവാന്മാരായിരിക്കും, പക്ഷേ പഞ്ചസാരയുടെ റോൾ അത്ര ശ്രദ്ധിക്കാറില്ല. അതൊരു പ്രധാന പോയിന്റാണ്. രണ്ടാമത്തെ വിഭാഗം? രണ്ടാമത്തത് മദ്യമാണ്. എല്ലാ മദ്യവും ഒരുപോലെ അല്ലെങ്കിലും പൊതുവെ മദ്യപാനം, പ്രത്യേകിച്ച് അമിതമായാൽ ഗൗട്ടിന് നല്ലതല്ല. ബിയർ പ്രത്യേകിച്ച് പ്രശ്നമാണെന്ന് കേട്ടിട്ടുണ്ട്. ബിയറിൽ പ്യൂരിനുകൾ കുറച്ചു കൂടുതലുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനം മദ്യം ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡ് പുറന്തള്ളുന്ന ആ പ്രക്രിയയെ തടസ്സപ്പെടുത്തും. കിഡ്നിയുടെ പ്രവർത്തനം കുറയ്ക്കും. അപ്പോൾ യൂറിക് ആസിഡ് പുറത്തുപോകാതെ കെട്ടിക്കിടക്കും. അതെ, രക്തത്തിൽ അതിന്റെ അളവ് കൂടും. ശരി. ഇനി മൂന്നാമത്തെ വിഭാഗം, അതാണ് ഈ പ്യൂരിൻ കൂടിയ ഭക്ഷണങ്ങൾ, അല്ലേ? അതെ, പ്യൂരിൻ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങൾ. പണ്ടുമുതലേ ഗൗട്ടുമായി ബന്ധപ്പെടുത്തി പറയുന്നവ. അതിലേതൊക്കെയാണ് പ്രധാനം? ഓർഗൻ മീറ്റ്സ് എന്ന് പറയില്ലേ, കരള്, കിഡ്നി, തലച്ചോറ്, സ്വീറ്റ് ബ്രെഡ്സ്, അതൊക്കെ. പിന്നെ റെഡ് മീറ്റ്സ്, ബീഫ്, ആട്ടിറച്ചി, പന്നിയിറച്ചി, ഇവയുടെ അമിതമായ ഉപയോഗം. ഗെയിം മീറ്റ്സായ താറാവ്, മാനിറച്ചി എന്നിവയിലും കൂടുതലാണ്. സംസ്കരിച്ച ടർക്കി, ബേക്കൺ ഒക്കെ ശ്രദ്ധിക്കണം. കടൽ വിഭവങ്ങളോ? ചില കടൽ വിഭവങ്ങൾ, ഷെൽഫിഷിന്, കടുക്ക, ചിപ്പി പോലുള്ളവ. പിന്നെ ചില മത്സ്യങ്ങൾ, ഹെറിങ്, അയില, മത്തി, ട്യൂണ, ട്രൗട്ട്, ഇതിലൊക്കെ പ്യൂരിൻ കൂടുതലുണ്ട്. പിന്നെ ഗ്രേവി, മീറ്റ് സോസുകൾ? അതെ, അവയിലും പ്യൂരിൻ ഉണ്ടാവാം. അപ്പോൾ ഇത്രയും ഭക്ഷണങ്ങൾ, ഇതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടി വരുമോ?
അത് ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ചിരിക്കും. യൂറിക് ആസിഡ് എത്രയുണ്ട്, എത്ര തീവ്രമായ അറ്റാക്ക് വരുന്നു എന്നൊക്കെ നോക്കണം. പൂർണ്ണമായി ഒഴിവാക്കുന്നതിനേക്കാൾ അളവ് നന്നായി നിയന്ത്രിക്കുന്നതാണ് പ്രധാനം. ഓക്കെ. ഭക്ഷണത്തിൽ മാറ്റം വരുത്തിയാൽ യൂറിക് ആസിഡ് കുറയും, പക്ഷെ പലപ്പോഴും മരുന്നും വേണ്ടിവരും. എന്നാലും ഏതൊക്കെ ഭക്ഷണമാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ്. ശരിയാണ്. ഫ്രക്ടോസിന്റെയും മദ്യത്തിന്റെയും കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം. തീർച്ചയായും. വളരെ നന്നായി വിശദീകരിച്ചു. ഇനി നമുക്ക് രോഗനിർണയത്തിലേക്ക് വരാം. ഒരാൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ ഡോക്ടർമാർ എങ്ങനെയാണ് ഇത് ഗൗട്ട് തന്നെയാണെന്ന് ഉറപ്പിക്കുന്നത്? രോഗനിർണയം തുടങ്ങുന്നത് സാധാരണ രോഗിയുടെ ഹിസ്റ്ററി എടുക്കുന്നതിലൂടെയും പിന്നെ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയുമാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഡോക്ടർ വിശദമായി ചോദിക്കും. എപ്പോഴാണ് വേദന തുടങ്ങിയത്, എത്ര നാളായിയുണ്ട്, എത്ര തവണ അറ്റാക്ക് വന്നു, ഏതൊക്കെ സന്ധികളെയാണ് ബാധിച്ചത്, വേദനയുടെ സ്വഭാവം, കൂടെ മറ്റസുഖങ്ങൾ വല്ലതുമുണ്ടോ, എന്തു മരുന്ന് കഴിക്കുന്നു, വീട്ടിൽ ആർക്കെങ്കിലും ഗൗട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ. പിന്നെ പരിശോധന. അതെ, വേദനയും നീരുമുള്ള സന്ധികൾ ഡോക്ടർ നേരിട്ട് പരിശോധിക്കും. അവിടെ ചുവപ്പുണ്ടോ, ചൂടുണ്ടോ, നീരുണ്ടോ, സന്ധി അനക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കും. ഈ പരിശോധന മാത്രം മതിയോ, അതോ ടെസ്റ്റുകൾ വേണോ? ടെസ്റ്റുകൾ സാധാരണയായി ആവശ്യമായി വരും. കാരണം ഇതുപോലത്തെ ലക്ഷണങ്ങൾ വേറെ ചില അസുഖങ്ങളിലും വരാം. സ്യൂഡോ ഗൗട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ സന്ധിയിലെ അണുബാധ, സെപ്റ്റിക് ആർത്രൈറ്റിസ്, അങ്ങനെയുള്ളവ. അപ്പോൾ അത് ഗൗട്ട് തന്നെയാണെന്ന് ഉറപ്പിക്കാനും മറ്റൊന്നുമല്ലെന്ന് തള്ളിക്കളയാനും ടെസ്റ്റുകൾ വേണം. അതെ, അതിൽ പ്രധാനം രക്തപരിശോധനയാണ്. രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് നോക്കും. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, അറ്റാക്ക് സമയത്ത് ചിലപ്പോൾ യൂറിക് ആസിഡ് നോർമൽ ആയിരിക്കാമെന്ന്. ശരിയാണ്. അതുകൊണ്ട് ആ ടെസ്റ്റ് മാത്രം വെച്ച് ഗൗട്ട് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ യൂറിക് ആസിഡ് സ്ഥിരമായി കൂടുതലാണെങ്കിൽ അത് ഗൗട്ട് സാധ്യത കൂട്ടുന്നു. ഓക്കെ, വേറെ ടെസ്റ്റ്? ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ്, ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ടെസ്റ്റ്, ജോയിന്റ് ഫ്ലൂയിഡ് അനാലിസിസ് ആണ്. ജോയിന്റ് ആസ്പിറേഷൻ എന്നും പറയും. അതെന്താണ്? ആ വേദനയുള്ള സന്ധിയിൽ നിന്ന് ഒരു ചെറിയ സൂചി ഉപയോഗിച്ച് അവിടുത്തെ ദ്രാവകം, സൈനോവിയൽ ഫ്ലൂയിഡ്, കുറച്ചെടുക്കും. ഓക്കെ. എന്നിട്ട് ആ ദ്രാവകം മൈക്രോസ്കോപ്പിലൂടെ നോക്കും. അപ്പോൾ അതിൽ യൂറിക് ആസിഡിന്റെ ആ സൂചി പോലുള്ള ക്രിസ്റ്റലുകൾ കാണാൻ പറ്റിയാൽ അത് ഗൗട്ടാണെന്ന് 100% ഉറപ്പിക്കാം. അതാണ് ഏറ്റവും ഉറപ്പുള്ള ടെസ്റ്റ്. അതെ. പിന്നെ ഇമേജിംഗ് ടെസ്റ്റുകളോ, എക്സ്റേ, സ്കാനൊക്കെ? അതും ചിലപ്പം ചെയ്യാറുണ്ട്. എക്സ്റേയിൽ തുടക്കത്തിൽ ചിലപ്പോൾ കാര്യമായ മാറ്റമൊന്നും കാണില്ല. പക്ഷെ അസുഖം കുറച്ച് പഴകിയാൽ സന്ധികളിൽ വരുന്ന മാറ്റങ്ങൾ, ടോഫി എന്ന് പറയുന്ന ക്രിസ്റ്റൽ നിക്ഷേപങ്ങളൊക്കെ കാണാൻ പറ്റിയേക്കാം. ടോഫി? അതെ, യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന മുഴകൾ പോലെ. ശരി. അൾട്രാസൗണ്ടോ? അൾട്രാസൗണ്ട് കുറച്ചുകൂടി നേരത്തെ ഈ ക്രിസ്റ്റൽ നിക്ഷേപങ്ങളും നീർക്കെട്ടുമൊക്കെ കണ്ടെത്താൻ സഹായിക്കും, എക്സ്റേയേക്കാൾ നന്നായിട്ട്. ഓക്കെ. പിന്നെ MRI, CT സ്കാൻ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതും ഉപയോഗിക്കാറുണ്ട്. ഡ്യുവൽ എനർജി CT സ്കാൻ, DECT എന്നൊരു സ്കാനുണ്ട്. അതിന് യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളെ നേരിട്ട് തിരിച്ചറിയാൻ കഴിയും.